ഗൈസ് നിക്കുസ് മീഡിയയിലേക്ക് സ്വാഗതം. ഒന്ന് പറഞ്ഞേട്ടെ പിങ്കു. പിങ്കു നീ ഒന്നും വെക്കണ്ട, അവിടെ ഇരുന്നിട്ട് ഈ പിങ്കുവിനെ കാണിച്ചിട്ടൊക്കെ ആഷ്മി പിങ്കുവിനെ ലോക്കാക്കി വെച്ചേക്കോട്ടോ. അവിടെ വെച്ച് പിങ്കുവിനെ ലോക്കാക്കി വെച്ചേക്കോട്ടോ. കാരണം കുറെ നേരമായി അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കുന്നില്ല. ഉള്ള സാധനം മൊത്തം അവളുമാര് സ്കൂളിൽ പോയിട്ട് വന്ന് ഓരോന്ന് അങ്ങോട്ട് ഊരിയിടും, എടുത്തോണ്ട് വന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്നിടും. എന്റെ കൊണ്ടു തരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ലോക്കാക്കി വെച്ചേക്കോ പിങ്കുവിനെ. പിങ്കു ഇപ്പൊ എന്തായിരുന്നു ഇത് പറയുന്നത്, അതിനകപ്പെട്ടിരിക്കുക. തടങ്കല്ലാണ്. കപ്പിലിങ്ങനെ പട്ടിക്കൊച്ചുങ്ങൾ വെച്ചെടുക്കത്തില്ല, അത് ക്യൂട്ട് പട്ടിക്കൊച്ചുങ്ങള്. ഇതെന്തുവാ, ഇത് കുറുക്കാൻ കൂട്ടിയിരിക്കും. എന്റെ കൊച്ചിനെ ബോഡി ഷേമിങ് ചെയ്യല്ലോ. എന്റെ കൊച്ചു ചുന്നിരി കുട്ടിയൊക്കെ കാര്യമൊന്നും പറയണ്ട. ചുന്നിരി വാരിയൊക്കെയാ കോട്ട കോമഡിയാണ്. ആരെങ്കിലും വിളിയടി പിങ്കു ആരെങ്കിലും വിളി. നിന്നെ രക്ഷിക്കാൻ നിന്റെ ചേച്ചിയോ നിന്റെ മമ്മിയോ നിന്റെ ഡാഡിയോ ആരെങ്കിലും വരുന്നോ നോക്കാം, അല്ലെങ്കിൽ നാട്ടുകാരെ വിളി. ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ശീലമില്ല കേട്ടോ. കണ്ണ് നിറച്ചൊന്ന് കണ്ടോട്ടെ. ഇനി ഇത് കാണാൻ പറ്റില്ല. ഒതുങ്ങിയിരിക്കുന്ന ശീലമില്ലാത്തൊരു സാധനമാണ് ഞങ്ങള് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. ഇനി ഇതേ ഉള്ളു വഴി, ഇനി ഇതേ ഉള്ളു കൊച്ചമ്മ വഴി കേട്ടോ. സാധാരണ ഇവിടുന്ന് എടുത്ത് ചാടേണ്ടതാണല്ലോ, അങ്ങനെയാണ് പതിവ്. നിനക്കാവോ പിങ്കുവിനെ രക്ഷിച്ചോണ്ട് അവൻ മൈൻഡ് പോലും ചെയ്തില്ല. മിക്കുഞ്ഞെന്ന് ആരോയിരിക്കുന്നതൊക്കെ വാടക ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ എന്താ വേണം പിന്നെ? ഞാൻ കയ്യക്കാലം ഓടി അത്രേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അവിടെ കൂട്ടിനാള് വന്ന് തിരുനേരം മുന്നേയും പറഞ്ഞിരിക്കല്ലോ. കയ്യാലും ഓടിയും കൂടുതലൊന്നും സംഭവിക്കത്തില്ല. വേണ ചാടിക്കോ വേണ്ട. എല്ലാരും വന്നിട്ടുണ്ട്, എല്ലാരും കൂട്ടിന് വന്നിട്ടുണ്ട്. കണ്ട് ഒരുത്തൻ എന്റെ കീഴിലും കണ്ടുണ്ട്. കണ്ട് മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, ഡാഡിയുണ്ട്. സമാധാനമായില്ല. ഇനി അടങ്ങി തിങ്ങിയിരിക്കാതെ. ഇനി ആർക്കും ഇതിനകത്ത് കയറാനുള്ള ഒരാൾക്ക് കൂട്ടി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇനി വേണമെങ്കിൽ പപ്പിക്ക് ഇരിക്കാനുള്ള ഈർക്കിലുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. വേണ്ട. പപ്പിയൊക്കെ ഒരു പ്രശ്നക്കാരല്ല. പ്രശ്നക്കാരെ മാത്രമേ ബുദ്ധി വേണം. ബുദ്ധി ചുമ്മാതെ ഇത് മാത്രം പോരാ, സാമർത്ഥ്യം മാത്രം പോരാ, ബുദ്ധി കൂടെ വേണം കേട്ടാ. ഇറക്കണം, വാ ഇറക്കാം വാടി. ഞാൻ ഇറക്കാടി. ഇറക്കാം. ഇപ്പൊ കയ്യും കാലും ഒന്നും പിടിക്കണ്ട, ഇറക്കാം. എന്നെ കൈയെടുത്ത് വെച്ചേക്കാൻ നോക്കി. ഇറക്കാം, വാ ഇറങ്ങണോ? അടിപൊളി ഇറങ്ങണോ? അല്ലെ ഞാൻ ബക്കറ്റ് എടുത്തറ വെച്ചേ എന്നിട്ട് ചാടി പോകാൻ നോക്കട്ടെ. ഇറങ്ങിയോ. ഇനി എന്തെങ്കിലും കുറ്റം ചെയ്താലോ ശിക്ഷ ചെയ്താ ഇറങ്ങാൻ വയ്യ. പപ്പി ചാടിപ്പോയി. ഇനി എന്തെങ്കിലും കുറ്റം ചെയ്താല് പിങ്കുവിനുള്ള ശിക്ഷയാണിത്. അതുകൊണ്ട് നേരെ ചൊവ്വ വളർന്നോണം. എല്ലാ ദിവസവും നേരെ ചൊവ്വ ആയിക്കോണം കേട്ടോ. ഇനി കുറ്റം ചെയ്യുവോ? നിന്നെ നോക്കിയെന്താ എടുക്കുവോ? ഇനി കുസൃതി കാണിക്കുവോ? ഇറങ്ങാ, ചാടടി പിങ്കു, ചാടടി. അത്രയും കാര്യം. എന്നാലും എനിക്ക് ഇറങ്ങാൻ വയ്യാന്നുള്ളൊരു ഭാവമായിരുന്നു. വേണ്ട, ബാക്കി എല്ലാരും ഭാവോ. ബാക്കി എല്ലാരും ഭാവോ. ഇതുവരെ കണ്ടത് തലേന്നത്തെ വീഡിയോ കേട്ടോ. ഇത് പിറ്റേന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഉത്സവ ദിവസമാണ് കേട്ടോ. 2 ദിവസത്തേക്ക് മുന്നെയാണ് ഒരു ഉത്സവ വീഡിയോ ഇട്ടത്. വീണ്ടും അടുത്ത ഉത്സവം. ദൈവമേ, എവിടെ പോയാലും കാണും ഇതുപോലുള്ളതിനെ കേട്ടോ. അമ്പലത്തിൻ്റെ സൈഡിൽ കിടക്കുകയാണ് കേട്ടോ. പറഞ്ഞില്ലല്ലോ, ഞാനും ലച്ചും കൂടെ രാവിലെ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. ആഷ്മിയെ സ്കൂളിൽ വിട്ടേക്കുവാണ്. അപ്പം ലച്ചുവിന് ഇന്ന് സ്റ്റഡി ലീവാണ്, പരീക്ഷയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ് കേട്ടോ. കുറുമ്പാര അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ കൊടിയേറി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അമ്മയുടെ കൂടെ ആഷ്മയെ വിട്ടിട്ടുണ്ടായിരുന്നു തൊഴാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനും ലച്ചും തൊഴുതില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഉത്സവ ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആഷ്മയെ സ്കൂളിൽ വിട്ടേച്ച് അതുവഴി ഞങ്ങളും അമ്പലത്തിൽ പോരുന്നു കേട്ടോ. അമ്പലത്തിലെല്ലാം തൊഴുത് നടന്നു. ഇനി വൈകുന്നേരം കെട്ടുത്സവമുണ്ട്. കെട്ടുത്സവത്തിന് ആഷ്മയൊക്കെ ആയിട്ട് വരണം. അപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇവിടെ ഉത്സവമില്ലാണ് കേട്ടോ. അമ്പലം പണിയായിരുന്നു. അപ്പം ഈ വർഷം മുതൽ ഭയങ്കര വിപുലമായിട്ടുള്ള ഉത്സവമൊക്കെ ഉണ്ട്. തൊഴുതേച്ച് കുറേ നേരം ഇവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നു കേട്ടോ. ഈ ഉത്സവ ദിവസം അമ്പലത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ നല്ല രസം കേട്ടോ. ഇന്ന് വർക്കിംഗ് ഡേ ഉണ്ടായിരിക്കും രാവിലെ. ഞങ്ങളിത് ലേറ്റായിട്ടാണെന്നോ എന്തോ വലിയ തിരക്കൊന്നും രാവിലെ അനുഭവപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചു പോവാണ്. ഇന്ന് ഉത്സവമാണെങ്കിൽ കൂടി നമുക്ക്
വലിയ ഉരുക്കമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ വെക്കണമല്ലോ. കച്ചവടക്കാരൊക്കെ ഇന്നലെ വന്നെന്ന് തോന്നുന്നു, കടയൊക്കെ കെട്ടി. ഇന്നലെ അല്ല, കൊടിയേറി കഴിഞ്ഞ് വന്ന് കാണും. എന്തുമായാലും കച്ചവടമൊക്കെ വിപുലമായിട്ടുണ്ട്. വൈകുന്നേരം എൻ്റെ 10 പൈസ പൊടിച്ച് കളയേണ്ടി വരുമെന്ന് തോന്നുന്നല്ല, പൊടിച്ച് കളയേണ്ടി വരും. കാരണം പിള്ളേരൊക്കെ ആയിട്ട് വരുന്നേയില്ലേ. ഞങ്ങൾ തിരിച്ച് വരുവാണ്. തിരിച്ച് വരുന്ന വഴിക്ക് മീൻ വാങ്ങിക്കൊണ്ട് വേണം പോകാനായിട്ട്. രാവിലെ നാസർമാമനെ ഒന്നും കണ്ടില്ല, മീനുമായിട്ട് ഇനിയിപ്പം സ്ഥിരം മേടിക്കുന്നിടത്ത് പോയി വാങ്ങണം. അങ്ങനെ ഞാൻ വന്ന വഴിക്ക് കുറച്ച് ചീരയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ചീരയും പിന്നെ കുറച്ച് ഉത്സവമല്ലേ, കുറച്ച് ചൂരമീനും വാങ്ങി കേട്ടോ. നമുക്ക് ഉത്സവ സീസൺ ആയിക്കഴിഞ്ഞാൽ ആഴ്ചയിലൊരു ഉത്സവമേതമാണ് ഇവിടെ കേട്ടോ. കാരണം കണ്ടമാനം അമ്പലങ്ങളുണ്ട്, ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്. ഓരോ ആഴ്ച ഇടവിട്ട് എല്ലാ അമ്പലത്തിലും ഉത്സവമാണ് കേട്ടോ. ഇനിയിപ്പം അടുത്ത ആഴ്ച ഉത്സവമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉത്സവമുണ്ട്. ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട് ഞങ്ങളുടെ ഈ വീടിന് ചുറ്റും കേട്ടോ. അപ്പം നമ്മൾ ഒരുങ്ങുന്നത് മലനട ഉത്സവം മാത്രമാണ്. ബാക്കി ഉത്സവത്തിനൊന്നും നമ്മളങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ പോകും, കെട്ടുത്സവം കാണും, തൊഴും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ മലക്കട പോലെ നമ്മൾ അങ്ങനെ ഒരുങ്ങാറില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ചോറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക കേട്ടോ. ഞാനാണെങ്കിൽ അറിയാതെ ഉറങ്ങിക്കിടന്നപ്പോൾ ഒന്ന് ചെന്നതാട്ടോ. തൊട്ടടുത്തത് ഇപ്പം ബെല്ലയും കൊണ്ടൊന്ന് ഇല്ലെങ്കിൽ ഒന്ന് പേടിപ്പിക്കാമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെ പേടിക്കത്തൊന്നുമില്ല, അത് വേറൊരു കാര്യം. 2 നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പൂവും ചെടിയെല്ലാം വാടി നിൽക്കുന്ന അവസ്ഥ കേട്ടോ. അത്രമാത്രം ഉണക്കാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് നിന്നപ്പോൾ ആ പൂച്ച അവിടെ നിന്ന് എന്തെന്ന് അറിയുമ്പോൾ ഞാൻ അവിടേക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലമാണ് അത്. ചോറ് കൊടുക്കാനെന്നും പറഞ്ഞാൽ ചെന്ന് നിന്ന് കേട്ടോ. അപ്പം ചക്ക വീണതൊക്കെ ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് കൂടെ വെട്ടം കിട്ടുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. ചക്കയൊക്കെ ആവശ്യത്തിനൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചീരത്തോരനും ഉണ്ടാക്കി, മീനും വറുത്തു, പുളിശ്ശേരി ഉണ്ടാക്കി കേട്ടോ. ഇനി ഒരു പപ്പടം കൂടെ കാച്ചിയാൽ ഉത്സവമായി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ആശയും ഉച്ചക്കത്തേക്ക് ചിക്കൻ റോളാണ്. ചിക്കൻ റോളെന്നേ വരത്തുള്ളൂ, ചപ്പാത്തി റോളാണ് കൊണ്ടിരിക്കുന്നത്. ഞാൻ മിക്ക വീഡിയോയിൽ ഇടുമല്ലോ. ഇപ്പം ചപ്പാത്തി റോളാണ് ആഷ്മിയുടെ മെയിൻ സാധനം സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് കേട്ടോ. അത് മതി. അങ്ങനെ രാവിലെ അവളെ അങ്ങനെ ഊട്ടി പുരട്ടിയൊക്കെയാണ് വിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സാവകാശം ഉണ്ടായിരുന്നു, ചോറും കൂട്ടാനൊക്കെ പതുക്കെ വെച്ചാൽ മതിയല്ലോ, ലച്ചുനും കൊണ്ടുപോകണ്ടായിരുന്നല്ലോ. ഇതിപ്പം വൈകുന്നേരം ഉത്സവം കാണാൻ വന്ന സീനാണ് കേട്ടോ. ആഷ്മി വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. നെടിയാളെ ഉത്സവത്തിന് ഇട്ട യൂണിഫോം തന്നെ ഇപ്പോഴും എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് അമ്പലത്തിൽ കൊണ്ടിട്ട് ഊരിക്കൊണ്ട് വന്നിട്ട് പിന്നെ കഴിവില്ലായിരുന്നു. അപ്പം പിന്നെ അതെന്നെ എടുത്തിടാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഉത്സവപ്പറമ്പിൽ ഒന്നും കാണാത്തത്. കുറേ നേരത്തെ ഇറങ്ങിയായിരുന്നു. ഇവിടെ നാറാട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരു 8, 9 മണി 9:30 ആവും കേട്ടോ. അതിനുമുമ്പ് നമ്മുടെ കാളക്കളിപ്പിനും കുതിരക്കളിപ്പിനും കെട്ടുത്സവമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വന്ന വഴി ഞാൻ ഇച്ചിരി നേരത്തെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പരിസരം മൊത്തത്തിൽ നടന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ വർഷങ്ങളായി കേട്ടോ ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത്, ഞങ്ങൾ നടന്നു വരുന്ന വഴിയായിരുന്നു കേട്ടോ. അന്നിങ്ങനൊന്നും അല്ലായിരുന്നു, അന്ന് ഇതിനും രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂട്ടറിൽ വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ റോഡേ കുടിഞ്ഞ് വരും, അമ്പലത്തിൽ വരും, തൊഴും, സ്കൂട്ടറിൽ തന്നെ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ടുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ പണ്ട് നടന്നു വന്ന സ്ഥലങ്ങളൊന്നും കണ്ടിട്ട് വർഷങ്ങളായപ്പം. അപ്പം അമ്മ ഈ ഇടയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു വഴിയുണ്ട് നടക്കാനായിട്ട്. അതിന് മുമ്പ് കൊണ്ട് അമ്മ മിക്ക സമയവും നടന്നു വരുന്നത് കേട്ടോ. നമ്മളുടെ ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഓടി വരിക എന്നുള്ളൊരു രീതിയാണ് നമുക്ക് ജോലിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്നു വരാവുന്ന ദൂരമേ ഉള്ള അമ്പലത്തിലോട്ട്. നമുക്കതിന് പണ്ടൊക്കെ വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ വീടുകൾ വന്നു, പിന്നെ വരമ്പൊക്കെ അടച്ചു, അങ്ങനെയൊക്കെ വലിയൊരു തോടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ തോടിൻ്റെയൊക്കെ ഒരു ശോചനീയാവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. തോടുമില്ല, വയലുമില്ല, ഒന്നുമില്ല. അവിടെ ഇപ്പം പുതിയ വീടുകളും വന്ന് കൃഷികളായി, വയലെല്ലാം നികത്തി കൃഷികളും ആക്കി. പണ്ട് എന്ത് രസമാണെന്ന് അറിയാം. ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് അതുവഴിയായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട. ഈ ഇടയ്ക്ക് ആഷ്മി അമ്മയുടെ കൂടെ വന്നെന്ന് പറഞ്ഞില്ലേ, നടന്നായിരുന്നു വന്നത്. ആഷ്മി പറയായിരുന്നു, അമ്മേ നമുക്കിനി എപ്പോൾ പോയാലും കുറുമ്പല പോയാലും നമുക്ക് നടന്നു പോയാൽ മതി അതുവഴി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ആഷ്മി ഇങ്ങനെ അപ്പം ലച്ചുവിനത് കേട്ടപ്പോൾ ഒരാഗ്രഹം. പിള്ളേർക്കല്ലേ എവിടെ പോയാലും നടന്നു പോകുന്നതൊക്കെ ഇഷ്ടം, അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ നടന്നു പോകുന്ന ഇഷ്ടം കേട്ടോ, അടുത്തേക്കുള്ളടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് വീട്ടിൽ 100 കൂട്ടം ജോലി കാണും. പണ്ട് നമ്മൾ പിള്ളേരായിരുന്ന സമയത്താണ് നമ്മളിതുപോലെ വയലിൽ കൂടെ ഒക്കെ നടന്നു പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തുവായാലും എനിക്ക് ഭയങ്കര സന്തോഷം അവിടെ കണ്ടപ്പോൾ. ഞാൻ വിചാരിച്ചു മുതൽ നടന്നു വരാം എന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ കൂടി തുടങ്ങി കേട്ടോ. കാളയും കുതിരയൊക്കെ കളിപ്പിച്ച് 2 ആനയുണ്ടായിരുന്നു. ഒരാന ഒരുങ്ങാൻ വന്നപ്പോഴത്തേക്കിനും, അതായത് നമ്മുടെ നെറ്റിപ്പൊട്ടൊക്കെ വയ്ക്കാൻ വന്നപ്പോഴത്തേക്കിനും എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയ സമയമായപ്പോഴത്തേക്കിനും കേട്ടോ. കാരണം ഞാൻ ഈ ഫോണ് എനിക്കറിയാം ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുമല്ലോ. അപ്പം
ഞാൻ ഈ ഫോണ് ചാർജിലിട്ടു. 40% ചാർജ് ഉള്ളായിരുന്നു. അപ്പം ഞാനിത് ചാർജിലിട്ടേച്ച് ഞാൻ ബാക്കി ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പോയപ്പം ചാർജിലിട്ടുകൊണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പം ചാർജിലിട്ടു. ഞാൻ ചാർജിടാനായിട്ട് റൂമിലോട്ട് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരുങ്ങി വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഊരിയിട്ടേക്കുന്ന ആരോ. ഞാൻ രണ്ടുപേരെയും ചോദ്യം ചെയ്തപ്പം രണ്ടുപേരും സത്യം ഇട്ട് പറഞ്ഞു അവർ രണ്ടുപേരും ഊരിയിട്ടിട്ടില്ലെന്ന്. രണ്ടായാലും എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ ചിലപ്പം ചാർജിലിട്ടു എന്ന് വിചാരിച്ചായിരിക്കും. അതുകൊണ്ട് ഒട്ടും ചാർജില്ലാതാണ് ഫോണും കൊണ്ട് വന്നത്. അതുകൊണ്ട് അങ്ങ് ഫോൺ ഓഫായിപ്പോയി. പിന്നെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഒരുപാട് സമയം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കേട്ടോ. ഞങ്ങൾ ഏകദേശം 8 മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും. അതിൻ്റെ ഇടയ്ക്ക് പൊട്ടാറ്റോ ചിപ്സ് കണ്ട്. ഈ പൊട്ടാറ്റോ ചിപ്സും കുന്തം കുറച്ചൊക്കെ ഉണ്ടാവും കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വിടത്തില്ലല്ലോ. ഞാൻ രാവിലെയും പറഞ്ഞില്ലേ കുറച്ച് പൈസ പൊടിക്കുമെന്ന്. ഇതാണ് അമ്പലങ്ങൾ കൂടിപ്പോയാലുള്ള പ്രശ്നം. അമ്പലങ്ങൾ കൂടുമ്പോൾ ഉത്സവങ്ങൾ കൂടും. ഈ ഉത്സവത്തിനെല്ലാം പോകുമ്പോൾ എൻ്റെ കയ്യിലെ കാശും പൊട്ടും. അതാണ് സത്യാവസ്ഥ. ഇനിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇനി 1-2 ഉത്സവമൊക്കെ ഉണ്ട്. 3-4 ഉത്സവമുണ്ട് ഇനി. അവിടെ എല്ലാം ഇതുപോലെ എൻ്റെ കുറേശ്ശെ കാശ് കൊണ്ട് നമ്മളുമാർ പൊട്ടിക്കും. പിന്നെ ഷെയർ ഇട്ട് കഴിച്ചോളൂ, ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അങ്ങനെ പൊട്ടാറ്റോ ചിപ്സ് ഇതൊക്കെ എത്ര നേരം കാവൽ എന്നിട്ട് ഇതൊക്കെ കിട്ടുന്നതെന്ന് അറിയാമോ. പിന്നെ എന്തായാലും ആഷ്മിക്ക് എന്തായാലും പ്രശ്നം കളിപ്പാട്ടമൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ മാലയോ തലയിൽ വെക്കുന്ന ബോയോ സ്ലൈഡോ ഒക്കെ മേടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട് പോയി കേട്ടോ. അതുകൊണ്ട് ചെറിയ കമ്പമൊക്കെ ഉണ്ടായിരുന്നു, ഫ്ലോട്ടുകളുണ്ടായിരുന്നു, അമ്മൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ എടുക്കാനായിട്ട് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അല്ലെങ്കിൽ ഒരുപാടൊന്നും നമ്മൾ നേരിട്ട് കാണുന്നതിലുള്ളൊരു സുഖം കിട്ടത്തില്ല. ഇത് എവിടെ വെച്ച് കമ്പം പൊട്ടിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ നിന്നതിൻ്റെ തലയുടെ മണ്ടയ്ക്കാണ് ഈ കമ്പം പൊട്ടിയത്. ഇത് എവിടെ നിന്നൊന്നും രൂപമില്ല. ഞാൻ പൊട്ടുന്നതനുസരിച്ച് മാറി നിൽക്കും. എന്നിട്ട് നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് ഈ പൊട്ടുന്നത് മൊത്തം എവിടെ വെച്ചാൽ പൊട്ടിച്ചതെന്ന് മാത്രം അറിയത്തില്ല. അതുകൊണ്ട് അമ്മൻ കൂടെ വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു രസമായിരുന്നു. വർഷത്തിൽ വരുന്ന ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഒരു രസമല്ലേ. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് ഷെയറൊക്കെ ചെയ്തേക്കണേ.